ഹായ് ഗായ്സ്, വെൽക്കം ടു ടെക്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ചെറിയൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. അപ്പോൾ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോപ്ലേറ്റിംഗ് എങ്ങനെ ചെയ്യാന്നുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താ അറിയണവരുണ്ടാവും, അതേപോലെ തന്നെ അറിയാത്തവരുണ്ടാവും. അപ്പോൾ അറിയണവർക്കും അറിയാത്തവർക്കും വേണ്ടി പറഞ്ഞുതരാണ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഒരു മെറ്റലിൽ മറ്റൊരു മെറ്റലിലോട്ട് പ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ഈസി പറഞ്ഞു തന്നാൽ നിങ്ങളൊരു സ്പൂൺ എടുത്തിട്ട് ആ സ്പൂണിന് ഒരു കോപ്പർ ആക്കി എടുക്കുക, ഒരു കോപ്പർ സ്പൂൺ ആക്കി എടുക്കുക. അങ്ങനെ ഒരു അതിൻ്റെ കോട്ടിങ് ഒരു കോപ്പർ കോട്ടിങ് ആക്കി എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ആയിക്കോളും. സോ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അതേപോലെ തന്നെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതേപോലത്തെ സൂപ്പർ കണ്ടന്റ്സ് കാണാനായിട്ട്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ചെയ്യാൻ തുടങ്ങാം. ചെയ്യാനായിട്ട് ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഒരു കോപ്പർ സൾഫേറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കോപ്പർ സൾഫേറ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ വെള്ളത്തിലോട്ട് ഒരു 3-4 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര റിക്വയർമെൻറ്റ് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. കോപ്പർ സൾഫേറ്റ് ഒരു 3-4 സ്പൂൺ മതിയാവുമായിരിക്കും. അതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ വീഡിയോ പോസ് ആവാനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങളിൽ കുറേ ആൾക്കാർ എൻ്റെ വീഡിയോസ് കണ്ട് പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ വേഗം പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ വീഡിയോസ് കാണുക. അപ്പോൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ആ വെള്ളം നല്ല ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. നിങ്ങൾ 4-5 സ്പൂണോ അല്ലെങ്കിൽ 3-4 സ്പൂൺ ഇട്ട് കൊടുക്കണം. എന്തായാലും ഒരു 2 സ്പൂണൊന്നും നടക്കില്ല, ഒരു 3-4 സ്പൂണെങ്കിലും മാക്സിമം ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലൊന്ന് ഇളക്കി എടുത്തിട്ട് അതൊന്ന് നല്ലൊരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആക്കി എടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണും, ഞാൻ ഇപ്പോൾ 4 സ്പൂൺ ഇട്ടിട്ടുള്ളത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. നല്ലൊരു കളർ വന്നിട്ടുണ്ട്, നല്ലൊരു ബ്ലൂയിഷ് കളർ. ഇനി ചെയ്യാനുള്ളത് നിങ്ങൾ ഒരു കോപ്പറിൻ്റെ ഒരു പീസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം എടുക്കാം. നിങ്ങൾക്ക് വേണ്ടി വയറിൻ്റെ കോപ്പർ എടുക്കാം, അതേപോലെ തന്നെ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോപ്പർ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു കോപ്പറിൻ്റെ പീസ് എടുത്തിട്ട് അതിലൊരു ഓട്ട ഇട്ടിട്ട് ഉണ്ട്, എന്നിട്ട് അതിലൊരു വയർ ചുറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തെടുക്കുകയാണെങ്കിലും അതിലൊരു ചെറിയൊരു വയർ ചുറ്റി കൊടുക്കാം. അതേപോലെ തന്നെ ഒരു തെർമോകോൾ കട്ടർ എടുത്തിട്ടുണ്ട്. ഞാൻ തെർമോകോൾ കട്ടറിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ വയർ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മുക്കാനുള്ളതാണ്. ഈ ഒരു ബാറ്ററിയും അതേപോലെ തന്നെ ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട് ബാറ്ററീൻ്റെ. ഇനി ചെയ്യാനുള്ളത് ആ കണക്ടറിൻ്റെ പോസിറ്റീവ് നിങ്ങൾ ഏത് മെറ്റീരിയലാണോ പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മെറ്റീരിയലിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കോപ്പറാണ് തെർമോകോൾ കട്ടറിൽ പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് കോപ്പറാണ് ഞാൻ കണക്ട് ചെയ്യേണ്ടത് പോസിറ്റീവിലോട്ട്. അതേപോലെ തന്നെ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്യേണ്ടത് ആ തെർമോകോൾ കട്ടറിൻ്റെ ബ്ലേഡാണ്. പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവും നെഗറ്റീവും തെറ്റിക്കാണ്ട് സൂക്ഷിക്കുക. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം, നിങ്ങൾ കോപ്പർ പ്ലസ്സിലോട്ടും അതേപോലെ തന്നെ മൈനസ് നിങ്ങൾ ഏത് മെറ്റീരിയലിലോട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതിലോട്ട്. ഇതിപ്പോൾ എല്ലാ കണ്ടീഷനിലും അങ്ങനെ. നിങ്ങൾ സിൽവറാണ് ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെ ചെയ്യണം, അതേപോലെ തന്നെ ഗോൾഡും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ചെയ്യാനുള്ളത് ആ കണക്ടറിലോട്ട് ആ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ആ കോപ്പറും അതേപോലെ തന്നെ തെർമോകോൾ കട്ടറും ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ ആ ബാറ്ററി കൂടെ കണക്ട് ചെയ്താൽ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു എമൗണ്ടാണ് ആ തെർമോകോൾ കട്ടറിൻ്റെ ഡിപ്പ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കുറച്ച് ഡിപ്പ് ചെയ്തിട്ടുള്ളൂ. ചെറിയ സമയം കഴിയുമ്പോൾ എന്താണെന്ന് നോക്കാം. ഒരു 10 സെക്കൻഡ് ഇട്ടിട്ട് കാത്തിക്കാം, ഇത് എന്താവും നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ വേഗം ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കോപ്പർ പ്ലേറ്റ് ആയി വന്നിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ല കോപ്പർ പ്ലേറ്റ് ആയി വന്നിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ചിത്രം കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ളും കൂടി ഡിപ്പ് ചെയ്ത് നോക്കി, എന്നിട്ട് കിട്ടിയ കോപ്പർ പ്ലേറ്റിംഗ് ആയിരുന്നു. അതേപോലെ തന്നെ ഞാൻ സ്പൂണും ചെയ്തിരുന്നു. സ്പൂണിൽ ഇതിനെയും കാട്ടി നല്ല രസത്തിലുള്ള റിസൾട്ടാണ് കിട്ടിയത്. ശരിക്കുള്ളൊരു കോപ്പർ സ്പൂൺ പോലെയാണ് എനിക്ക് കോപ്പർ പ്ലേറ്റ് കിട്ടിയത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ സ്പൂൺ കോപ്പർ പ്ലേറ്റ് ചെയ്ത് നോക്കുന്നത്. ഇതേ മെത്തേഡിലാണ് ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കിഡിലൻ കോപ്പറാണ് സ്പൂണിൽ പിടിച്ചത്, ശരിക്കും ഒരു കോപ്പർ സ്പൂൺ പോലത്തെ. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തൊരു ഇലക്ട്രോപ്ലേറ്റിംഗ് വെച്ചാൽ ബേസിക് ലെവലിലെ ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. ഇതിപ്പോൾ വലിയ വലിയ ഫാക്ടറീസിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കെമിക്കലൊക്കെ ആഡ് ചെയ്തിട്ടാണ് അവർ നല്ലൊരു കോട്ടിങ് ആക്കി തരുന്നത്. ജസ്റ്റ് ലൈക്ക് ഗോൾഡൊക്കെ അങ്ങനെയാണ് വരുന്നത്. നല്ല ഫാക്ടറീസിൽ വേറെ ഫെസിലിറ്റി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു കോട്ടിങ് ഒക്കെ ആക്കി കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ സ്പൂൺ തെർമോകോൾ കട്ടറിൻ്റെ ബ്ലേഡും നല്ലൊരു കോപ്പർ കോട്ടിങ് ആയി വന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയാത്ത വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ആരെ കത്തിക്കാണ് വേഗം പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
സോ നിങ്ങൾക്ക് ഇതേപോലത്തെ ഓസം കണ്ടന്റ്സ് കാണണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബില്ലും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ഞെക്കിയാലേ വരുള്ളൂ. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് താങ്ക്സ് ആൻഡ് ബൈ.